വിശദമായ വാർത്തകളിലേക്ക്. 1,90,00,000 രൂപ മുടക്കിയിട്ടും ഇടുക്കി നെടുങ്കണ്ടം പൊന്നാങ്കണ്ണി നിവാസികൾക്ക് കുടിവെള്ളം എത്തിയില്ല. മഴക്കാലത്തും കുടിവെള്ളം വിലയ്ക്ക് വാങ്ങേണ്ട അവസ്ഥയിലാണ് നാട്ടുകാർ. രാഷ്ട്രീയ വടംവലികൾ മൂലമാണ് കുടിവെള്ള വിതരണം നടക്കാത്തതെന്നാണ് ആക്ഷേപം. 2 വർഷങ്ങൾക്ക് മുൻപാണ് നെടുങ്കണ്ടം പൊന്നാങ്കാണിയിൽ ജലനിധിയിൽ ഉൾപ്പെടുത്തി കുടിവെള്ള വിതരണ പദ്ധതി ആരംഭിച്ചത്. 150ഓളം കുടുംബങ്ങൾക്കാണ് പദ്ധതിയിലൂടെ വെള്ളമെത്തിക്കാൻ ലക്ഷ്യമിട്ടത്. മുൻപുണ്ടായിരുന്ന 3 ചെറുകിട പദ്ധതികൾ ഇതിനോടനുബന്ധിച്ച് ഒറ്റ പദ്ധതിയാക്കി മാറ്റി. എന്നാൽ ഏതാനും മാസങ്ങൾ മാത്രമാണ് പദ്ധതി പ്രവർത്തിച്ചത്. വെള്ളം കിട്ടിക്കൊണ്ടിരുന്ന പിന്നെ രണ്ടാമത് വരുമ്പോൾ തന്നെ ഞങ്ങൾ പൈസ അടച്ചുകൊണ്ടിരുന്നു. മാസം 200 അടച്ചുകൊണ്ടിരുന്നു. രണ്ടാമത് വരുമ്പോൾ തന്നെ വെള്ളവും ഇല്ല, ഞങ്ങൾ പൈസ അടച്ചില്ല, വെള്ളം ഇതുവരെ വന്നില്ല. 1500 രൂപ ഞങ്ങൾ അടച്ചിട്ടുള്ള. ഇപ്പൊ വേനൽ വന്നാലും ഞങ്ങൾക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള. 4200 രൂപ ഗുണഭോക്തൃവിഹിതമായി ഓരോ വീട്ടുകാരും നൽകിയിരുന്നു. പദ്ധതിയിലൂടെ വെള്ളം കിട്ടാതായതോടെ ചിലർ വൻതുക മുടക്കി കുഴൽക്കിണറുകൾ നിർമ്മിച്ചു. எங்கள் ஏரியாவில் இப்போ வேனல் காலமாச்சுன்னா எங்களுக்கு தண்ணி பயங்கர புத்திமுட்டாக இருக்கும். விலை கொடுத்து வாங்குற மாதிரி இருக்கும். இப்போ சொந்தமாக அவரவர் கஷ்டப்பட்டு கூலி பணிக்கு போய் கடையெல்லாம் வாங்கி ஒரு குளர் கிணறுலாம் அடித்த பிறகு அந்தந்த புத்திமுட்டு தீர்ந்துருக்கு. அப்படி இருந்தால் எங்களுக்கு வெள்ள சௌகரியம் வேணும்னு சொல்லி தான் പദ്ധതിയെല്ലാം കൊണ്ടുവന്നാங்க. இப்போ വെള്ളമേ எங்களுக்கு തുപ്പറ വരതില്ല. പദ്ധതിക്കായി ഉപയോഗിച്ച പൈപ്പുകൾ ഗുണമേന്മയില്ലാത്തതാണെന്നും ആരോപണമുണ്ട്. നിർമ്മാണത്തിൽ അഴിമതി നടന്നിട്ടുണ്ടെന്നും വിജിലൻസ് അന്വേഷണം നടത്തണമെന്നും ആവശ്യമുയരുന്നുണ്ട്. നല്ല വേനൽക്കാലം വരികയാണ്. ഈ സമയത്ത് ഞങ്ങൾക്ക് കുടിവെള്ളം എത്തിച്ചേരണം. അല്ലെങ്കിൽ മുൻ കാലഘട്ടത്തിൽ ഈ പൈപ്പ് കിടന്ന് വിജിലൻസിന്റെ ഒരു അന്വേഷണം നേരിട്ട് നടത്തണമെന്ന്. കോൺഗ്രസും CPM-ഉം തമ്മിലുള്ള തർക്കമാണ് പദ്ധതിയുടെ നടത്തിപ്പ് നിലയ്ക്കാൻ കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ഗുണഭോക്തൃ സമിതി വിളിച്ചു ചേർത്ത് വെള്ളം വിതരണം ചെയ്യാൻ നിലവിലെ പഞ്ചായത്ത് ഭരണസമിതി നടപടി സ്വീകരിക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. ന്യൂസ് 18 നെടുങ്കണ്ടം. രോഗബാധയും വിലത്തകർച്ചയും മൂലം വയനാട്ടിൽ ഇഞ്ചി കർഷകർ പ്രതിസന്ധിയിൽ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെട്ട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നാണ് ആവശ്യം. രോഗബാധയും വിലത്തകർച്ചയും മൂലം പ്രതിസന്ധിയിലാണ് ഇഞ്ചി കൃഷി. വയനാട്ടിൽ നിന്ന് മാത്രം ഏകദേശം 3500ഓളം കർഷകരാണ് കർണാടകയിൽ ഇഞ്ചി കൃഷി ചെയ്യുന്നത്. പഴയ ഇഞ്ചി വില നിലവിൽ 1700 രൂപ മാത്രമാണ്. പുതിയ ഇഞ്ചിയുടെ വില 400 രൂപയും. കർണാടകയിലെ പ്രാദേശിക കർഷകർ പുതിയ ഇഞ്ചി വിപണിയിലെത്തിക്കാൻ തുടങ്ങിയതോടെ പഴയ ഇഞ്ചിയുടെ വില ഇനിയും താഴോട്ട് പോകും. നിരവധി പേരാണ് വിലയിടിവ് മൂലം ഇപ്പോഴും ഇഞ്ചി വിളവെടുക്കാതെ ഇട്ടിരിക്കുന്നത്. ഇളയിഞ്ചിക്ക് കിട്ടുന്ന വില കൊണ്ടാണ് പ്രതിസന്ധി മറികടന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ ഇളയിഞ്ചിക്കും ആവശ്യക്കാരില്ലെന്ന് നാഷണൽ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻ ഭാരവാഹികൾ പറയുന്നു. വയനാട്ടിലുള്ള ഏതാണ്ട് നല്ലൊരു ശതമാനം കർഷകരും കർണാടകയിലും ഛത്തീസ്ഗഡും മറ്റ് സംസ്ഥാനങ്ങളിലും കൃഷി ചെയ്യുകയും ഏതാണ്ട് 10,000 കോടി രൂപയോളം ഒരു വർഷം ഇഞ്ചി കൃഷിക്ക് വേണ്ടി മാത്രം അവിടെ മുതൽ മുടക്കം ചെയ്യുകയാണ്. അതിൻ്റെ പകുതി പോലും തിരിച്ചു കിട്ടാത്തൊരവസരത്തിൽ കർഷകരുടെ ദുരിതത്തിൻ്റെ ആഴം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും വലുതാണ്. ലോക്ക്ഡൌണിനെ തുടർന്നുണ്ടായ അനിശ്ചിതത്വമാണ് കൃഷിയെ ബാധിച്ചത്. ഉപഭോഗം വലിയ തോതിൽ കുറയുകയും ഉൽപാദനം വർദ്ധിച്ചതും തിരിച്ചടിയായി. കയറ്റുമതിയിൽ വൻ ഇടിവുണ്ടായി. ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, പഞ്ചാബ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇഞ്ചി കൃഷി വ്യാപിച്ചതും ഇവിടുത്തെ കൃഷിയെ ബാധിച്ചു. പ്രധാനമായും കർണാടകയിലെ മൈസൂർ, നഞ്ചൻഗോഡ്, ഹസൻ, ഷിമോഗ, കുടക്, ചാമരാജ്നഗർ, ഹൂബ്ലി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് വയനാട്ടിൽ നിന്നുള്ള കർഷകർ കൃഷി ചെയ്തു വരുന്നത്. മുഴുവൻ കർഷകരെയും ഇൻഷുറൻസ് പരിധിയിൽ കൊണ്ടുവരുന്നതടക്കമുള്ള കാര്യങ്ങളും പരിഗണിക്കണമെന്നാണ് കർഷക സംഘടനകൾ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്. ന്യൂസ് 18 വയനാട്. കോട്ടയത്ത് മീനച്ചിലാറ്റിൽ ക്രമാതീതമായ രീതിയിൽ മനുഷ്യവിസർജ്യം കലർന്നതായി പഠന റിപ്പോർട്ട്. കോട്ടയം, പാല, ഈരാറ്റുപേട്ട നഗരങ്ങളോട് ചേർന്ന ഭാഗങ്ങളിലാണ് വെള്ളം ഉപയോഗശൂന്യമാണെന്ന് കണ്ടെത്തിയത്. 50ഓളം കുടിവെള്ള പദ്ധതികൾക്കാണ് മീനച്ചിലാറ്റിലെ വെള്ളം ഉപയോഗിക്കുന്നത്. മനുഷ്യവിസർജ്യം പുഴയിൽ കലരുന്നുണ്ടെന്ന് പല പഠനങ്ങളിലും കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ മീനച്ചിലാറ്റിൽ അതിതീവ്രമായ നിലയിലാണ് വിസർജ്യം കലർന്നതെന്നതാണ് ഞെട്ടിക്കുന്ന വിവരം. ട്രോപ്പിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇക്കോളജിക്കൽ സ്റ്റഡീസ് നടത്തിയ പഠനത്തിലാണ് ജലം പൂർണ്ണമായും ഉപയോഗശൂന്യമാണെന്ന് വ്യക്തമായത്. കഴിഞ്ഞ ഒരു 10-12 വർഷത്തിലേറെയായിട്ട് നിരന്തരം പരിശോധിക്കപ്പെടുമ്പോഴൊക്കെ വളരെ ഉയർന്ന തോതിലാണ് കണ്ടുവരുന്നത്. എന്നാൽ ലോക്ക്ഡൗൺ കാലങ്ങളിൽ അത് അല്പം കുറവുണ്ടായി എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യം. അത് നമുക്കറിയാം. ലോക്ക്ഡൗൺ കാലത്ത് വായു മലിനീകരണം ഉൾപ്പെടെ എല്ലാ മലിനീകരണങ്ങളും കുറഞ്ഞതിൻ്റെ ഒരു സമാന്തരമായി സംഭവിച്ചിട്ടുള്ള ഒരു സ്വാഭാവിക പ്രക്രിയയായിട്ട് വേണം അതിനെ കരുതാം. പക്ഷേ ലോക്ക്ഡൗണിന് ശേഷം വീണ്ടും ഇത് പഴയ രൂപത്തിലേക്ക് തന്നെ എത്തുകയും മലിനീകരണം ഇപ്പോൾ അതിൻ്റെ അതിരൂക്ഷമായ ഒരു തലത്തിലേക്ക് നീങ്ങുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ 50ഓളം കുടിവെള്ള പദ്ധതികൾക്ക് മീനച്ചിലാറ്റിൽ നിന്ന് വെള്ളം ഉപയോഗിക്കുന്നു. പാല, ഈരാറ്റുപേട്ട, കോട്ടയം നഗരങ്ങളോട് ചേർന്ന ഭാഗങ്ങളിലാണ് മനുഷ്യവിസർജ്യം കൂടുതലും കലർന്നത്. ഫീക്കൽ കോളിഫോം ബാക്ടീരിയയ്ക്ക് പുറമെ തീവ്ര അമ്ല സാന്നിധ്യവും വെള്ളത്തിലുണ്ടെന്ന് പഠനത്തിൽ വ്യക്തമായി.
ഈ ആറിനെ ആശ്രയിച്ചിട്ടാണ് അവിടുത്തെ കുടിവെള്ള പദ്ധതികൾ, ഭൂഗർഭ ജലശേഖരത്തിൻ്റെ നിരപ്പ്, സമീപ പ്രദേശങ്ങളിലെ കിണർ ഉൾപ്പെടെയുള്ള മറ്റ് ജലസ്രോതസ്സുകളിലെ വെള്ളത്തിൻ്റെ ഗുണനിലവാരം ഇതെല്ലാം ബാധിക്കപ്പെടുന്നത് മീനച്ചിലാറിലെ വെള്ളത്തിൻ്റെ ഗുണനിലവാരം കൊണ്ട് തന്നെയാണ്. അപ്പോൾ അത് മീനച്ചിലാറിൻ്റെ നീർത്തട പ്രദേശത്തുള്ള വലിയൊരു ജനസഞ്ചയത്തെ മുഴുവൻ ബാധിക്കുന്നതാണ് യഥാർത്ഥത്തിൽ മീനച്ചിലാറിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ രൂക്ഷ മലിനീകരണം. പുഴയുടെ ഉത്ഭവസ്ഥാനമായ അടുക്ക മുതൽ ഇല്ലിക്കൽ വരെ 10 ഇടങ്ങളിൽ നടത്തിയ പരിശോധനയിൽ എല്ലാ സാമ്പിളുകളിലും കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തി. 7 സാമ്പിളുകളിൽ 2000-ന് മുകളിലാണ് FC കൗണ്ട്. കുടിവെള്ളത്തിൽ ഫീക്കൽ കോളിഫോം സാന്നിധ്യം ഉണ്ടാകരുതെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ ജലമാർഗരേഖ പറയുന്നത്. ന്യൂസ് 18 കോട്ടയം. കോടഞ്ചേരി പദംകയത്ത് കുളിക്കാനെത്തിയ 9 അംഗ സംഘത്തിലെ ഒരാൾ ഒഴുക്കിൽപ്പെട്ടു. തലശ്ശേരി ചെർക്കുളം സ്വദേശി 24-കാരനായ നെയ്ം എന്ന ആളെയാണ് കാണാതായത്. മുക്കം ഫയർഫോഴ്സും കോടഞ്ചേരി പോലീസും നാട്ടുകാരും സ്ഥലത്തെത്തി തെരച്ചിൽ നടത്തിയെങ്കിലും ആളെ കണ്ടെത്താനായില്ല. കനത്ത മഴയും വെളിച്ചക്കുറവും കാരണം ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചു. ഇടുക്കി ലോവർ പെരിയാർ പദ്ധതി പ്രദേശത്ത് നിന്നും കുടിയിറക്കപ്പെട്ടവർക്ക് പകരം ഭൂമി വിതരണം ചെയ്യാൻ നടപടിയാകുന്നു. അരനൂറ്റാണ്ടോളം നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് കുടിയിറക്കപ്പെട്ടവർക്ക് ഭൂമി ലഭിക്കുന്നത്. ലോവർ പെരിയാർ പദ്ധതിക്കായി 1971 പ്രദേശവാസികളെ കുടിയിറക്കിയത്. ഭൂമി വിട്ടുകൊടുത്ത 72 കുടുംബങ്ങൾ പകരം ഭൂമി ലഭ്യമായില്ലെന്ന് കാട്ടി കോടതിയെ സമീപിച്ചു. കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ അർഹതപ്പെട്ടവർക്ക് പകരം ഭൂമി നൽകാൻ നടപടി തുടങ്ങിയത്. ചിന്നക്കനാൽ വില്ലേജിൽ ഉൾപ്പെടുന്ന മിച്ചഭൂമി വിട്ടുകൊടുക്കുന്നതിനായി സർവേ നടപടി പൂർത്തിയാക്കി. ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഗവൺമെന്റിലെ കത്തിന്റെ അടിസ്ഥാനത്തിലും ചിന്നക്കനാൽ വില്ലേജിലെ മോൺഫോർട്ട് സ്കൂളിന് സമീപമുള്ള സ്ഥലത്ത് 15 സെന്റ് വെച്ച് 72 കുടുംബത്തിന് കൊടുക്കാനായിട്ട് ജില്ലാ കളക്ടർ ഞങ്ങളെ അധികാരപ്പെടുത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പ്ലോട്ട് തിരിച്ച് ലോട്ടെടുത്ത് ഓരോരുത്തർക്കും കിട്ടേണ്ട പ്ലോട്ട് ഏതാണെന്ന് നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു കുടുംബത്തിന് 15 സെന്റ് ഭൂമി വീതമാണ് വിതരണം ചെയ്യുക. നിലവിൽ 42 കുടുംബങ്ങൾക്കായുള്ള ഭൂമി അളന്നു തിരിച്ചു. അപേക്ഷകരിൽ ചിലർ മരണപ്പെട്ടു. ഇവരുടെ അവകാശികൾ രേഖകൾ ഹാജരാക്കിയാൽ ഭൂമി നൽകാൻ നടപടിയെടുക്കും. ഉപാധിരഹിത പട്ടയമാകും വിതരണം ചെയ്യുക. ന്യൂസ് 18 ഇടുക്കി. എല്ലാവർക്കും ഭൂമി, എല്ലാവർക്കും പട്ടയം എന്ന നിലപാടാണ് സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത് എന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിച്ച് അർഹതപ്പെട്ട മുഴുവൻ പേർക്കും പട്ടയം നൽകുന്നതിനുള്ള നടപടികളാണ് സർക്കാർ നടപ്പാക്കി വരുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഇടുക്കിയിൽ CPI ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിൽ പങ്കെടുത്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇത്തവണ ഗവൺമെന്റിന്റെ നിലപാട് പരമാവധി പേർക്ക് പട്ടയം കൊടുക്കുക എന്നുള്ളതാണ്. അത് വളരെ പോസിറ്റീവായ സമീപനമായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ഇടുക്കി ജില്ലയിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുമായിട്ടൊന്ന് യോഗം നടത്തുന്നുണ്ട്. പ്രധാനമായും ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇവിടെ കൈവശം ഇരിക്കുന്നവർക്ക് കൊടുക്കാനുള്ള പട്ടയത്തെ സംബന്ധിച്ചും ഭൂരഹിതരായ ആളുകളെ സംബന്ധിച്ചും 2-3 മാസത്തിനുള്ളിൽ സമഗ്രമായൊരു കണക്ക് തയ്യാറാക്കും. അതിലെന്താണ് തടസ്സങ്ങൾ എന്ന് പരിശോധിക്കും. ഇപ്പോൾ ഇടുക്കി 3 ചെയിൻ പോലെയുള്ള ഭാഗങ്ങളിൽ ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ അനുവാദം നമുക്ക് വേണ്ടിവരും. ചില സ്ഥലങ്ങളിൽ KSEBയുടെ കയ്യിലാണ് സ്ഥലം കിടക്കുന്നത്. അതിൽ KSEBയുടെ അനുവാദം വേണ്ടിവരും. റവന്യൂ വകുപ്പിൻ്റെ കയ്യിലിരിക്കുന്ന സ്ഥലം കൊടുക്കുന്നതിൽ റവന്യൂ വകുപ്പിന് തീരുമാനം എടുക്കാം. അതിലേതെങ്കിലും ചട്ടങ്ങളോ ഉത്തരവുകളോ ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ പുതിയതായി ഇറക്കും. ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിലെ സ്ഥലങ്ങളിൽ അവരുമായി സംസാരിച്ച് അവരുടെ കൂടി NOC മേടിച്ച് കൊടുക്കാവുന്ന നിലപാടുകളായിരിക്കുക. അത് ബന്ധപ്പെട്ട വകുപ്പുകൾ കൂടിയായിട്ട് ആലോചിക്കേണ്ടി വരും. എന്തായാലും ഗവൺമെൻറ് ലക്ഷ്യം വയ്ക്കുന്നത് കുറഞ്ഞ കാലം കൊണ്ട് പരമാവധി പേർക്ക് പട്ടയം കൊടുക്കുക എന്നുള്ളതാണ്. കാസർഗോഡ് കാഞ്ഞങ്ങാട് പുതിയ ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള ഇൻഡോർ സ്റ്റേഡിയം നിർമ്മാണത്തിനെതിരെ ആക്ഷേപം. നഗരസഭയുടെ അനുമതിയില്ലാതെയാണ് സ്റ്റേഡിയം നിർമ്മിക്കുന്നതെന്നാണ് പരാതി. അലാമിപ്പള്ളി ബസ് സ്റ്റാൻഡിന് സമീപത്തായി 6 കോടി രൂപ മുടക്കിയാണ് ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിക്കുന്നത്. കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി അനുമതി നൽകിയ പദ്ധതി സംബന്ധിച്ച് നഗരസഭയിൽ പോലും ചർച്ച നടന്നിട്ടില്ലെന്ന് UDF അംഗങ്ങൾ പറയുന്നു. ഇതേ സ്ഥലത്ത് ഓപ്പൺ സ്റ്റേഡിയം സ്ഥാപിക്കാനായിരുന്നു നഗരസഭയുടെ തീരുമാനം. അത് ലംഘിച്ചാണ് ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിക്കുന്നതെന്നാണ് ആക്ഷേപം. ഓപ്പൺ സ്റ്റേഡിയം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകുമെന്ന് മാത്രമല്ല, ഇൻഡോർ സ്റ്റേഡിയം ഇവിടെ പണിയുന്നത് അതിൻ്റെ വടക്ക് ഭാഗത്തും തെക്കു ഭാഗത്തും ആയിട്ടാണ് സ്ഥലം ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ആ സ്ഥലമുടമകളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരു അനുമതി പോലും, കൗൺസിലിൻ്റെ അനുമതി പോലും ഇല്ലാതെ ഒരു ഇൻഡോർ സ്റ്റേഡിയം പണിതുകൊണ്ട് ഇവിടെ നടക്കുന്നത്. നാളുകളായി നിലച്ചിരുന്ന സ്റ്റേഡിയം നിർമ്മാണം പുനരാരംഭിച്ചിട്ടുണ്ട്. ഇതോടെയാണ് പ്രതിഷേധവുമായി UDF എത്തിയത്. നേരത്തെ നിശ്ചയിച്ച ഓപ്പൺ സ്റ്റേഡിയം നിർമ്മിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണിവർ. CPM-ഉം BJP-യും ചേർന്ന് ഭൂമാഫിയയ്ക്ക് വേണ്ടി ഓപ്പൺ സ്റ്റേഡിയം അട്ടിമറിക്കാൻ നീക്കം നടത്തുന്നതായാണ് UDF ആക്ഷേപം. ന്യൂസ് 18 കാസർഗോഡ്.
ഇടുക്കി നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിലെ ഭരണസമിതി അംഗങ്ങൾ തമ്മിൽ ചേരിപ്പോര് മുറുകുന്നു. പഞ്ചായത്ത് കമ്മിറ്റിയിൽ വാക്കുതർക്കങ്ങൾ പതിവ്. അടിയന്തരമായി നടപ്പിലാക്കേണ്ട പദ്ധതികൾ പോലും ചേരിപ്പോരിൽ മുടങ്ങുകയാണ്. നെടുങ്കണ്ടം പഞ്ചായത്തിലെ ഭരണസമിതി അംഗങ്ങളും പ്രതിപക്ഷവും ജീവനക്കാരും പല ചേരിയിൽ നിൽക്കുന്നത് വികസനത്തെ ബാധിക്കുന്നതായാണ് പരാതി. കമ്മിറ്റികളിൽ അംഗങ്ങൾ തമ്മിൽ വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നത് ഇപ്പോൾ പതിവാണ്. ഭരണകക്ഷിയായ LDFിലെ CPM അംഗങ്ങൾ 2 ചേരികളിലായാണ് നിൽക്കുന്നത്. CPI അംഗങ്ങൾക്കിടയിലും പ്രശ്നങ്ങളുണ്ട്. ജീവനക്കാർ പഞ്ചായത്ത് അംഗങ്ങളെ ഓഫീസിനുള്ളിൽ പൂട്ടിയിട്ടതായും മുൻപ് ആരോപണമുയർന്നിരുന്നു. CPMന്റെ ഭരണകക്ഷിയിൽപ്പെട്ട ആളുകൾ 2 ചേരിയിൽ നിൽക്കുന്നു, CPI വേറൊരു ചേരിയിൽ നിൽക്കുന്നു. ഒരു കാര്യവും ഇവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ്. അവർ തമ്മിലുള്ള മത്സരത്തിന്റെ ഫലമായിട്ട് പല കമ്മിറ്റികളും മുടങ്ങുകയാണ്. കമ്മിറ്റികളിൽ ഒരു കാര്യത്തിനും തീരുമാനമാകാതെ പിരിഞ്ഞു പോകുന്നു. വാർഡ് തല പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി രൂപീകരിക്കുന്ന സംഘാടക സമിതിയിൽ ഇഷ്ടക്കാരെ മാത്രം ഉൾപ്പെടുത്തുന്നതായും ആരോപണമുണ്ട്. ഇടതും വലതും എന്നുള്ള മത്സരത്തിൽ അവരെ തിരഞ്ഞെടുത്ത് കുറേ ലിസ്റ്റുകളും പാസ്സാക്കി വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഏകപക്ഷീയമായിട്ടും ഇത് നല്ല രീതിയിൽ നടക്കണമെന്നുണ്ടെങ്കിൽ എല്ലാ രാഷ്ട്രീയക്കാരെയും ഇത് ബന്ധപ്പെടുത്തി വേണം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ. ഭരണസമിതി അംഗങ്ങൾ തമ്മിലുള്ള ചേരിപ്പോര് മൂലം കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ പോലും താളം തെറ്റുന്ന സ്ഥിതിയാണ് പഞ്ചായത്തിൽ. ന്യൂസ് 18 നെടുങ്കണ്ടം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ നികുതി തിരിമറിയിൽ പ്രതിപക്ഷ പ്രതിഷേധം ശക്തമാകുന്നു. കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കൌൺസിൽ ഹാളിൽ BJP കൌൺസിലർമാർ ഇന്നലെ മുതൽ ആരംഭിച്ച സമരം തുടരുകയാണ്. അന്വേഷണം ആവശ്യപ്പെട്ട് UDFും സമരത്തിനിറങ്ങി. തിരുവനന്തപുരം കോർപ്പറേഷനിലെ നേമം, ശ്രീകാര്യം, മാറ്റിപ്ര സോണുകളിൽ വീട്ടുകരമായി ജനങ്ങളടച്ച 32 ലക്ഷം രൂപ ഉദ്യോഗസ്ഥർ തിരിമറി നടത്തിയെന്ന് ഓഡിറ്റ് വിഭാഗമാണ് കണ്ടെത്തിയത്. 25 ലക്ഷത്തിന്റെ തിരിമറി നടന്ന നേമം സോണിലെ സൂപ്രണ്ട് S ശാന്തി ഉൾപ്പെടെ 5 പേരെ സസ്പെൻഡ് ചെയ്തു. കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് കൌൺസിൽ ഹാളിൽ ഇന്നലെ ആരംഭിച്ച കുത്തിയിരിപ്പ് സമരം ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ തുടരുമെന്ന് BJP അറിയിച്ചു. മേയറുടെ ഭാഗത്തുനിന്ന് ഇതുവരെ സമരത്തിനൊരു ചർച്ചയ്ക്ക് ക്ഷണിക്കുകയോ മറ്റൊരു ചർച്ചയ്ക്ക് ക്ഷണിക്കണം എന്നില്ല. ഈ ഡിമാൻഡുകൾ അംഗീകരിക്കപ്പെട്ടാൽ ഞങ്ങൾ സമരം സ്വാഭാവികമായി അവസാനിപ്പിക്കും. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർ ഇടത് സംഘടനയിൽപ്പെട്ടവരാണെന്നും BJP ആരോപിക്കുന്നു. വിഷയത്തിൽ CPMും BJPയും ഒത്തുകളിക്കുകയാണെന്ന് ആരോപിച്ചാണ് കോൺഗ്രസിന്റെ സമരം. കൌൺസിലർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മഹിളാ മോർച്ച കോർപ്പറേഷൻ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. കോർപ്പറേഷൻ തന്നെയാണ് ക്രമക്കേട് കണ്ടെത്തിയതെന്നും കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കില്ലെന്നുമാണ് ഭരണപക്ഷ നിലപാട്. അതേസമയം കയ്യേറ്റം ചെയ്തെന്ന ഡെപ്യൂട്ടി മേയർ PK രാജുവിന്റെ പരാതിയിൽ PTP നഗർ കൌൺസിലർ VG ഗിരികുമാറിനെതിരെ മ്യൂസിയം പോലീസ് കേസെടുത്തു. ന്യൂസ് 18 തിരുവനന്തപുരം. കോട്ടയം ഏറ്റുമാനൂരിൽ അപകടത്തിനിടെ സുഹൃത്ത് വഴിയിൽ ഉപേക്ഷിച്ച യുവാവ് മരിച്ചു. അതിരമ്പുഴ സ്വദേശി ബിനുവാണ് മരിച്ചത്. അപസ്മാര രോഗിയായ ഇയാൾ അമിതമായി മദ്യപിച്ചതാകാം മരണകാരണമെന്നാണ് പോലീസ് കരുതുന്നത്. രാത്രി 12:30യോടെയാണ് അപകടമുണ്ടായത്. അമിതമായി മദ്യപിച്ച സുഹൃത്തുക്കൾ വന്ന ഓട്ടോ ബൈക്കിൽ തട്ടിമറിഞ്ഞു. ഓട്ടോയിലുണ്ടായിരുന്ന ബിനു ഇതിനിടെ റോഡ് സൈഡിൽ വീണു. തുടർന്ന് വീണ്ടും ഓട്ടോയിൽ കയറ്റിയെങ്കിലും പോയില്ല. അല്പസമയം കഴിഞ്ഞ് ബിനുവിനെ വഴിയിലാക്കി സുഹൃത്തു പോയി. 8 മണിക്കൂർ റോഡിൽ കിടന്ന ബിനു രാവിലെ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ മരിച്ചിരുന്നു. രാജേഷ് പറയുന്നത് ഈ മരണപ്പെട്ട ബിനു ആണ് വണ്ടി ഓടിച്ചിരുന്നതെന്ന് പറയും. പിന്നെ ചെറിയ മഴയുടെ ഒരു ഇതുണ്ടായിരുന്നു. അയാൾ ഓടിച്ച വഴിക്ക് വണ്ടി മറിഞ്ഞു പോയതാണ്. പിന്നെ മധ്യലഗിരിയിലായിരുന്നു വണ്ടി ഓടിച്ചെന്നാണ് പറയുന്നത്. മറ്റു ദുരൂഹതകളില്ല. പിന്നെ ഒരു 1.5 മണിക്കൂറോളം അദ്ദേഹം ഇവിടെ ഇരുന്നായിരുന്നു, ഓട്ടോ ഡ്രൈവർ. പിന്നെ കുറെ കഴിയുമ്പോഴത്തേനും അദ്ദേഹം ഓട്ടോ റിക്ഷ എടുത്തുകൊണ്ട് പോയി. പിന്നെ അദ്ദേഹം നേരെ ഉരുണ്ട് വീഴുകയാണ്. അമിതമായ മദ്യപാനമാണ് അപകടത്തിനിടയാക്കിയതെന്നാണ് പോലീസ് പറയുന്നത്. ഇതാകാം മരണകാരണമെന്നും പോലീസ് വിലയിരുത്തുന്നു. മദ്യപിച്ച് ബോധമില്ലാത്തതിനാൽ ബിനുവിനെ കൊണ്ടുപോകാനാകാതെ വഴിയിൽ ഉപേക്ഷിച്ചുവെന്നും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. പോസ്റ്റ്മോർട്ടത്തിൽ മരണകാരണം കണ്ടെത്തിയ ശേഷമായിരിക്കും തുടർ നടപടികൾ. അതിനുശേഷമേ സുഹൃത്തിനെതിരെ കേസെടുക്കണോ എന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകൂ. ന്യൂസ് 18 കോട്ടയം. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കുക.
रॉकस्टार पीएम भी और स्वच्छता अभियान के नायक भी। क्या हम तय करें कि 2019 जब महात्मा गांधी की 150वीं जयंती बनाएंगे, गंदगी का नामो निशान नहीं रहने देंगे। अंतर्राष्ट्रीय राजनेता और राष्ट्र के प्रधान सेवक, कहानी एक विशेष जीवन की। मैं नरेंद्र दामोदर दास मोदी, The Untold Story, new episode. വീണ്ടും വാർത്തകളിലേക്ക്. കാർഷിക കേരളം. മലപ്പുറം മുത്തൂർ പാടശേഖരത്തിൽ മുണ്ടകൻ നെൽകൃഷിക്ക് തുടക്കമായി. ഏറെ പ്രതിസന്ധികൾ അതിജീവിച്ചാണ് ഇവിടുത്തെ നെൽകൃഷി. ജലക്ഷാമം രൂക്ഷമാണെങ്കിലും ബദൽ മാർഗങ്ങൾ കണ്ടെത്തിയാണ് കർഷകർ കൃഷിക്കൊരുങ്ങിയിരിക്കുന്നത്. ആഴ്ചകൾക്ക് മുൻപ് തന്നെ പാടം ഉഴുതുമറിച്ച് പാകപ്പെടുത്തിയിരുന്നെങ്കിലും പെട്ടെന്നുണ്ടായ മഴ കൃഷിക്ക് തിരിച്ചടിയായി. പല പാടശേഖരങ്ങളിലും ഞാറ്റടി വെള്ളത്തിനടിയിലായത് നടീലിനെയും കാര്യമായി ബാധിച്ചു. വെള്ളം വലിഞ്ഞു വന്നതോടെയാണ് വീണ്ടും കർഷകർ കൃഷിയിലേക്ക് ഇറങ്ങിയത്. ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞെങ്കിലും കർഷകരെ വലയ്ക്കുന്ന പ്രധാന പ്രശ്നമായി ജലക്ഷാമം. BM കായലിൽ നിന്നും ഉൾത്തോടുകൾ വഴി വെള്ളമെത്തിച്ചാണ് കർഷകർ ഇതിന് പരിഹാരം കാണുന്നത്. ആവശ്യമായ മോട്ടോർ പമ്പുകൾ ഇല്ലാത്തതും വൈദ്യുതി കണക്ഷൻ ലഭ്യമല്ലാത്തതും കർഷകരെ അലട്ടുന്ന മറ്റൊരു പ്രശ്നമാണ്. എഞ്ചിൻ വെച്ച് വെള്ളമെത്തിച്ചാണ് ഇവിടത്തെ കൃഷി. മോട്ടോർ വെള്ളത്തിൽ കണക്ഷൻ കിട്ടിയാൽ ഇവിടുത്തെ കൃഷിക്കാർ ഇവിടുന്ന് വെള്ളം അടിച്ചിട്ട് അങ്ങോട്ട് കൃഷി ചെയ്യാൻ പറ്റും. അതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം. ഈ തോട് ക്ലിയർ ആക്കിയിട്ടില്ല, ഈ തോടും ക്ലിയർ അല്ല. വെള്ളത്തിൻ്റെ ക്ഷാമം കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവും. അപ്പോൾ അതിന് ശേഷം എല്ലാവരും എഞ്ചിൻ വെച്ചിട്ട് പെട്രോളും ഡീസലൊക്കെ വെച്ചിട്ടാണ് അടിക്കുന്നത്. കൃഷിഭവനിൽ നിന്നും മികച്ച പിന്തുണ ലഭിക്കുന്നുണ്ടെന്നും കർഷകർ പറയുന്നു. കൊയ്തെടുക്കുന്ന നെല്ല് സപ്ലൈകോയ്ക്ക് കൈമാറും. പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ നിലമുഴുതുമറിച്ചും വരമ്പുകൾ പാകപ്പെടുത്തിയും നടീലിന്റെ തിരക്കിലാണ് കർഷകർ. ന്യൂസ് 18 എടപ്പാൾ. എപ്പോഴും സജീവമായൊരു വെള്ളച്ചാട്ടമുണ്ട് കണ്ണൂരിൽ. കുടിയാൻമല പൊട്ടൻപ്ലാവിനടുത്തെ 7.5 വെള്ളച്ചാട്ടം. ഒട്ടേറെ സഞ്ചാരികളാണ് ഇവിടെ ദിവസവും എത്തുന്നത്. ഏഴരക്കുണ്ടിന് ഇപ്പോൾ 7 അഴകാണ്. മലമുകളിൽ നിന്നും 8 തട്ടുകളിലായാണ് വെള്ളം താഴേക്ക് പതിക്കുന്നത്. കാട്ടുതെങ്ങുകളും ചൂരലും ഈറ്റയും കല്ലുവാഴയും വളർന്നു നിൽക്കുന്ന പരിസരത്തു കൂടി വേണം വെള്ളച്ചാട്ടത്തിനടുത്തെത്താൻ. ചാത്തമലയിലെ ഫെസിലിറ്റി സെന്ററിൽ നിന്നും പ്രധാന വെള്ളച്ചാട്ടത്തിലെത്തണമെങ്കിൽ 1.5 കിലോമീറ്റർ നടക്കണം. നടപ്പാതയിൽ നിർമ്മിച്ച സ്റ്റീൽ പാലവും തൂക്കുപാലവും സഞ്ചാരികളെ ആകർഷിക്കും. ഈ പേര് വരാൻ തന്നെ കാരണം 7 അഴകുള്ള 7 കുണ്ടുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ 7 കുഴികൾ നിറഞ്ഞ സ്ഥലം. ഓരോ കുഴികൾക്കും പ്രത്യേകം കുഴികൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അത്ര മനോഹരമായ ഈ കാഴ്ച സുന്ദരമാണ്. ഇവിടെ എത്തിക്കഴിയുമ്പോഴാണ് ഇത് എത്രത്തോളം വലിപ്പമുള്ള ഒരു വെള്ളച്ചാട്ടമാണെന്ന് മനസ്സിലാവുന്നത്. ശരിക്കും കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന വെള്ളച്ചാട്ടങ്ങളുടെ കൂട്ടത്തിലേക്ക് പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ഥലമാണ് ഏഴരക്കുണ്ട് വാട്ടർഫാൾസ്. വളരെ മനോഹരമായ ദൃശ്യങ്ങളുള്ള ഒരു എന്താ പറയുക, മനസ്സിന് കുളിർമ നൽകുന്ന വളരെ മനോഹരമായ ഒരു പ്രദേശമാണിത്. ഒരുപാട് ആളുകൾക്ക് ഈ ടെൻഷൻ നിറഞ്ഞ ഈ ലോകത്ത് ഒരുപാട് സന്തോഷം ലഭിക്കുന്ന ഒരു സ്ഥലമായി ഇത് മാറിയിട്ടുണ്ട്. നടപ്പാതയിലൂടെയുള്ള യാത്രയിൽ സഞ്ചാരികളെ സഹായിക്കാൻ ഗാർഡുമാരുടെ സേവനവും ലഭ്യമാണ്. ഇവിടെ വരുന്നവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു സ്റ്റാഫുകൾ വരുന്ന ആളുടെ കൂടെ ഞങ്ങൾ സെക്യൂരിറ്റി ആയിട്ടുണ്ടാവും. അവരെ ഞങ്ങളുടെ നിർദ്ദേശമില്ലാതെ ഒരു കുഴികളിൽ ഇറങ്ങാനോ കുളിക്കാനോ ഞങ്ങൾ അനുവദിക്കുകയില്ല. അപകടഭീതിയുള്ള കുഴികളുടെ സമീപത്തേക്ക് സഞ്ചാരികളെ കടത്തിവിടാറില്ലെങ്കിലും മറ്റു സ്ഥലങ്ങളിൽ ആളുകൾക്ക് നീന്തി കുളിക്കാൻ സൗകര്യമുണ്ട്. വിനോദസഞ്ചാര വകുപ്പ് ഒട്ടേറെ പദ്ധതികളാണ് ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളത്. ശ്രീനി ആലക്കോട്, ന്യൂസ് 18 കണ്ണൂർ. സാധാരണക്കാർ ആശ്രയിക്കുന്ന ഓട്ടോറിക്ഷയിലും ഇ റിക്ഷയിലും കോവിഡ് പ്രതിരോധത്തിന്റെ പുത്തൻ പ്രായോഗിക വഴി തീർക്കുകയാണ് വാഷ് ഓൺ വീൽസ് പദ്ധതി. ഉത്തർപ്രദേശിലെ വാട്ടർ എയ്ഡ് ഇന്ത്യ എന്ന സന്നദ്ധ സംഘടനയാണ് ഇതിനു പിന്നിൽ.
पानी का पाइप लगा रखा है, इससे कोई सवारी आती है इसको साबुन से हाथ धुलवा के तब बैठाते हैं। कोई सवारी कहती है कि नहीं भैया हम नहीं धुलेंगे, तो रिक्वेस्ट करते हैं कि भाई धुल लीजिए, कोरोना का समय है, बीमारी बढ़ रही है। मेरा नाम डॉक्टर शिशिर चंद्रा है, मैं वाटर एड इंडिया के लिए काम करता हूँ। वॉश ऑन व्हील जो है ये एक अनोखा प्रयोग था। जब लॉकडाउन ओपन हुआ, लोग जब सड़कों पे आना शुरू हुए तो ये एक डर था लोगों में कि बाहर कितना सुरक्षित उनके लिए है। तो हम लोगों ने ऑटो रिक्शा, ई रिक्शा इन जगहों पे जो है पोर्टेबल हैंड वॉशिंग यूनिट स्थापित करने का काम किया, जिससे लोग जो है पब्लिक ट्रांसपोर्ट का इस्तेमाल करने से पहले अपना हाथ साबुन से पानी से धो के फिर उसमें वो बैठें, ताकि वो अपने को और अपने जो सहयात्री हैं उनको वो सुरक्षित रख सकें। उत्तर प्रदेश के कई जिलों में हम लोगों ने इसको स्थापित किया, खासतौर से भदोही, लखनऊ में बख्शी का तालाब जो नगर पंचायत है यहाँ पे, चित्रकूट में, फतेहपुर में, उन्नाव में, कई जिलों में हम लोगों ने इस पूरे प्रोजेक्ट को शुरू किया था। और फिलहाल हम लोग लखनऊ में बख्शी के तालाब में जो है इसको लेके जो है चल रहे हैं। अभी करीब 250 ऑटो रिक्शा और ई रिक्शा पे हम लोगों ने ये पोर्टेबल हैंड वॉशिंग यूनिट जो है ये स्थापित किया है। इसके अंदर करीब 14 से 15 लीटर पानी जो है वो आता है और एक बार में करीब 12 से 15 लोग जो हैं एक बार में इससे हाथ धो सकते हैं। और ये पूरा इनिशिएटिव जो है वो लिम्का बुक ऑफ वर्ल्ड रिकॉर्ड में वो जो है दर्ज किया गया है। तो ये अपने आप में एक बहुत अनोखा प्रयोग है, जिसको काफ़ी लोकप्रियता और सराहना इसकी हुई है। स्वच्छता और पानी, हमको बचानी है ये जिंदगानी। നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.